വൈറ്റ് കണ്ടറൊന്ന് പണിപ്പുരയെ കയറ്റി കണ്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ 13,000 കിലോമീറ്റർ ഓടി. പിന്നെ ഒരു ലോങ്ങിൻ്റെ പ്ലാനും ഉണ്ട് മനസ്സിൽ. അതൊക്കെ കൊണ്ട് പിന്നെ ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാനുണ്ട്, ചെയിൻ ട്യൂബ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പണിയായിട്ട് കയറ്റിയതാണ്. അപ്പോൾ ഇനി നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാം യാത്രകളുടെ പൂരക്കാഴ്ചകളൊക്കെ ആയിട്ട്. കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. പോകുന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദൂരമുണ്ട്. പുതുക്കാടിനടുത്താണ് ഒരു സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ രാവിലെ 5 മണിയുടെ എക്സിക്യൂട്ടീവിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുമായിട്ടാണ്. പക്ഷേ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരുപാട് സമയമായി, 5:15. പിന്നെ റെഡിയായി വന്നപ്പോഴേക്കും 6 മണിയായി. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ണൂർ പോകാമെന്നൊക്കെ ഓർത്തത്. അപ്പോൾ പിന്നെ തലശ്ശേരി പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറാം, പരശുരാമിന് കയറാം, ബസ്സിന് പോകുമ്പോൾ പിന്നെയും ലേറ്റ് ആവുമല്ലോ എന്നൊക്കെ ഓർത്തു. അപ്പോൾ തലശ്ശേരി പോയപ്പോൾ അവിടെ ഫുള്ളാണ്. എത്തുമ്പോഴേക്കും പരശുരാമിന് നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടം തന്നെ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടിയൊരു നേരെത്തും. അപ്പോൾ എന്തായാലും 12 മണിയാവും ട്രെയിനും അവിടെ എത്തുമ്പോൾ. പുതുക്കാട് എത്തുമ്പോഴേക്കും 12 മണിയൊക്കെ ആവും. അപ്പോൾ ഓർത്ത് ബസ്സിന് പോകുമ്പോൾ പിന്നെയും ലേറ്റ് ആവുന്നത്. അപ്പം ഈ ബൈക്ക് തന്നെ എടുത്ത് അങ്ങ് പോയാലോ എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈക്ക് തന്നെ എടുത്ത് അങ്ങോട്ട് ബൈക്കിൽ തന്നെ അങ്ങ് ഇറങ്ങി. അപ്പോൾ കോഴിക്കോട് എത്തിയപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ടൗണിലേക്ക് കയറി. ബൈപ്പാസ് നിന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ടൗണിലേക്ക് കയറി. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. 2 ആളുകളെയൊക്കെ കാണാനുണ്ടായിരുന്നു. അവിടെ എൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു. അവരെ പെട്ടെന്നൊന്ന് ഓടിക്കണ്ടു. അധികം സമയം എടുക്കാതെ 5 മിനിറ്റ് ഓരോരുത്തർക്കും വേണ്ടി ചിലവഴിച്ചിട്ട് ഞാൻ പിന്നെ തിരിച്ച് പോവാണ് ചെയ്തത്. തൃശ്ശൂർക്ക് പോവാണ് ചെയ്തത്. അതിനകത്ത് 1-2 അബദ്ധങ്ങൾ പറ്റി. നമ്മളെ ടോൾ റോഡിൽ കയറുമ്പം ഞാനോർത്ത് ബൈക്കിനെ വിടില്ല എന്ന് ഓർത്തിട്ട് തുടക്കത്തിൽ 1-2 ബൈക്കിന് എൻട്രി ഇല്ല എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഞാൻ സർവീസ് റോഡിൽ കയറി. അവിടെയാണെങ്കിൽ ഈ സർവീസ് റോഡ് കംപ്ലീറ്റും അല്ല, വെറുതെ ഒരു ആവശ്യമില്ലാതെ 3-4 കിലോമീറ്റർ കറങ്ങി അടിച്ചു. പക്ഷേ ആക്ച്വലി ഇപ്പം ബൈക്ക് വിടുന്നുണ്ട്. അപ്പം ടോൾ ഗേറ്റിൻ്റെ അടുത്താണെങ്കിലും ബൈക്കിന് പോകാൻ വേണ്ടി ലാസ്റ്റ് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പോവാം. എത്ര കാലം അങ്ങനെ വിടുന്ന അറിയില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തു. അപ്പോൾ ഇതൊരു ഭംഗി റോഡ് കാണാൻ, റോഡും സ്കൈയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരു സ്ഥിരം പോകുമ്പോൾ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. 2 പള്ളികളിങ്ങനെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. പണ്ടൊക്കെ അതിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പോകണമെങ്കിൽ സർവീസ് റോഡിൽ കൂടി ഇറങ്ങിയിട്ട് വേണം കയറാം. അപ്പോൾ അതിന് സർവീസ് റോഡിൻ്റെ എക്സിറ്റ് കുറച്ച് ബാക്കിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കയറിയില്ല. അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് വണ്ടി നിർത്തി. പിന്നെ താഴോട്ടൊക്കെ നോക്കി അവിടെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ എന്താ വെച്ചാൽ 100 എടുത്തതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇതിനൊരു ബാക്കിൽ എനിക്കൊരു ടീൽ ബോക്സ് വെക്കണം എന്നുണ്ട്. അപ്പോൾ അത് കുന്നംകുളത്തൊരു ഷോപ്പുണ്ട്. ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവിടെ മുന്നേ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞു. പിന്നെ ഇപ്പം നമുക്ക് സീറ്റ് റെസ്റ്റ് ഉണ്ടല്ലോ ബാക്കിലത്തെ, അത് അവരെടുക്കാം. അപ്പോൾ അതിനൊരു എമൗണ്ട് തരികയും ചെയ്യാൻ നോക്കും. കാരണം ഇത് വെക്കണമെങ്കിൽ അത് ദൂരണമല്ലോ. അപ്പോൾ അതിനൊരു എമൗണ്ട് തരുകയും ചെയ്യുമ്പോൾ ഞാൻ അത്ര പൈസ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ മറ്റേത് റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സാധനമാണ്. അപ്പോൾ അത് നല്ല സാധനമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ എന്തായാലും ബൈക്ക് എടുക്കാമെന്ന് ഓർത്തത്. ഇപ്പോൾ പോയി നോക്കാം, അത് കിട്ടുമോ എന്നറിയില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ തണല് കണ്ടപ്പോൾ ഒന്ന് നിർത്തിപ്പോയതാണ്. എന്തൊരു ഭംഗിയാന്ന് പറയും. നമ്മുടെ NH അടിപൊളിയാണ്. കാരണം പുറത്തൊക്കെയുള്ള റോഡുകളൊക്കെ പോലെ തന്നെയാണ്. പിന്നെ നമ്മളിതുപോലത്തെ ഒരുപാട് റോഡുകളൊന്നും കാണുന്നില്ല. കേരളത്തിന് പുറത്ത് പോയാലും ഇതുപോലത്തെ നല്ല റോഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കാണുമ്പം നമുക്കൊരു ഫീലാണ് ഈ റോഡിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല ചൂടുണ്ട്, മഴക്കാറും ഉണ്ട്. അപ്പം മഴ പെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കും. അങ്ങനെ പോകുന്നു. പിന്നെ കുറേ കാലം കൂടിയിട്ട് ഒരു ഫുൾ ലോഡല്ല, കുറച്ച് ലോഡിൽ വന്ന് വണ്ടിയിലൊരു ദൂരയാത്ര പോകുമ്പം എനിക്ക് തോന്നി ഇതെടുത്തിട്ട് ഞാൻ 3ാമത്തെ തൃശ്ശൂർ യാത്രയാണത്. 2 തവണ തൃശ്ശൂരായിട്ട് പോയതല്ല. ഒരു തവണ അങ്കമാലിക്ക് പോയി, ഒരു തവണ മുളന്തുരുത്തിക്ക് പോയി. എനിക്ക് എൻ്റെ ഇത് പൊട്ടി വീഴും. നമ്മുടെ മൊബൈൽ ഹോൾഡർ അത് കിടന്ന് ആടുന്നുണ്ട് ലൂസായി അങ്ങേറ്റം. ഇതൊരു 3ാമത്തെ പുതുക്കാട് യാത്രയാണ്. പിന്നെ ചാലക്കുടി ഒന്ന് കയറണം. ഇത്രയും പ്ലാനുകളൊക്കെ ആയിട്ടാണ് മനസ്സിൽ. എന്തൊക്കെ നടക്കും എങ്ങനെയൊക്കെ ആവുന്നൊന്നും അറിയില്ല. ബാക്കിയെല്ലാം കണ്ടറിയാം. ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല. കാര്യം നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ആ ഷോപ്പ് അവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റഡ്സിൻ്റെ ഒരു ബോക്സാണ് നോക്കിയത്. അപ്പം അതവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ആ മെറ്റൽ ബോക്സാണ്. അത് ഭയങ്കര ഹെവിയാണ്. എനിക്കത് ആവശ്യമില്ല. എനിക്ക് അത്ര ഹെവി ലോഡ് കൊണ്ടുപോകാനില്ല. അപ്പോൾ അതിന് പൈസയും കൂടുതലാണ്.
6800 രൂപയാണ് ആ ബോക്സിനുള്ള. ഇതിൻ്റെ സ്റ്റഡിൻ്റെ ആണ് 2200 രൂപ ഉണ്ടാവുള്ളൂ. പിന്നെ അതില്ലാത്തതുകൊണ്ട് അവിടുന്ന് പ്രതീക്ഷ നടന്നില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ വിട്ടു. പിന്നെ ഞാനൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പോയില്ല, അങ്ങനെ പോവായത്. കല്യാണപ്പുരയിലെത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ 1 മണിയായി. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സെൻറ്റ് റാഫേൽ ചർച്ച് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്, ആമ്പല്ലൂർ. അവിടെ പുതുക്കാട് നിന്ന് പിന്നെയും കുറച്ച് ഉള്ളിലോട്ട് പോകണം, നമ്മുടെ ടോൾ ഗേറ്റ് എത്തുന്നതിന് മുന്നേ. അങ്ങനെ ഒരു സ്ഥലത്താണ്, എനിക്ക് കൃത്യമായിട്ട് ലൊക്കേഷനില്ല. കല്ലൂർ റോഡ് ആമ്പല്ലൂർ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായി, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഇഷ്ടംപോലെ വാരി വലിച്ച് കഴിച്ചു. മഴയായതുകൊണ്ട് പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു, മഴ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ തിരിച്ചിങ്ങി വരികയാണ് ചെയ്തത്. തിരിച്ചു വന്നപ്പോൾ അവിടെയോടൊക്കെ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മുടെ യന്ത്രങ്ങളൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മളിവിടെ കയറി. അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കുന്നംകുളത്ത് ഭയങ്കര മഴ, എനിക്ക് പോകാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. അവിടെ ഒരു മാളുണ്ടല്ലോ പെരുമ്പിലാവിൽ, ആ മാളിൽ ദൃശ്യം കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ദൃശ്യം 3 കണ്ടു. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് സമയങ്ങളിലൊക്കെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങുന്നത്. പിന്നെ പരമാവധി ഓടിയെത്താൻ പറ്റുന്ന പോലെ ഓടിയെത്തി. ഒരു KSRTCയുടെ സ്വിഫ്റ്റ് അടിച്ചു വിട്ട് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അവിടെ നിൽക്കുന്നൊക്കെയുള്ള പ്ലാനിലാണ് പോയത്. അതെന്താ വെച്ചാൽ നമുക്ക് ഈ ടോപ്പ് ബോക്സും കൂടെ കിട്ടുമെന്നുണ്ടായിരുന്നില്ല, അവിടെ നിൽക്കുന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷെ പ്ലാനൊക്കെ മാറി ഇതൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനൊരു മൂഡ് വന്നില്ല. ഞാനും ഇല്ല അവിടെ, അങ്ങനെ ഒരുപാട് കണക്ഷൻസും കമ്പനികളൊന്നും ഇല്ല. 1-2 പേരുള്ളവരൊക്കെ വിളിച്ചപ്പോൾ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞാനധികം താമസിക്കാതെ തിരിക്കുകയാണ് ചെയ്തത്. രാത്രിയെങ്കിൽ രാത്രി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പകലും രാത്രിയും ഡ്രൈവ് ചെയ്തത്. ബൈക്കിൽ പോയത്. കാറിൽ സ്ഥിരം പോയിട്ടുണ്ട്, പക്ഷെ അത്ര സേഫല്ല. നമ്മൾ ടയേർഡാവും. പിന്നെ ഒന്നാമത് തനിച്ചേ ഉള്ളൂ. അപ്പം നമുക്കങ്ങനെ സേഫൊന്നുമല്ല. പരമാവധി ഇത് ഒഴിവാക്കുക. പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ പിന്നെ പറയുന്ന പോലെ ബ്രേക്ക് എടുത്തിട്ട് ഒരു ചായക്കൂട്ടിലൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയും റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ പോവുക. കുറ്റിപ്പുറം എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലമുണ്ട്, ഒരു ചായക്കൂട്ടെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് അടുത്താണ് രാത്രി ഭക്ഷണം കഴിച്ചത്. രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചായയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. അപ്പം ചെറുകടികളൊക്കെ തന്നെയാണ് കഴിച്ചത്. അവിടുന്ന് 13 കിലോമീറ്റർ എന്താ ഉള്ളൂ കുറ്റിപ്പുറത്തേക്ക്. നല്ല വൃത്തിയൊക്കെ ഉള്ളതായിരുന്നു, കുഴപ്പമില്ല. നല്ല ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. ഉണ്ടായിരുന്ന കഴിച്ചതൊക്കെ നല്ലതായിരുന്നു. നല്ല ചൂട് ചായയൊക്കെ കഴിച്ചു. പിന്നെയും യാത്ര തുടരുകയാണ് ചെയ്തത്. അധികം ബ്രേക്ക് എടുക്കാതെ തന്നെ ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു ആ സമയം തന്നെ. സിനിമ കഴിഞ്ഞിറങ്ങിക്കൊണ്ട് ഒരുപാട് ലേറ്റായി. 9:30 സിനിമ കഴിഞ്ഞ്. പിന്നെ കുറച്ച് പതുക്കെയാണ് വന്നത്. ഞാനധികം അടിച്ചു വിട്ട് പോകാനൊന്നും നിന്നില്ല. ഇടയ്ക്ക് മടുക്കുമ്പം നിർത്തും. പിന്നെ ക്യാമറയൊന്നും ഫുൾ ടൈമൊന്നും ഓണാക്കിയില്ല. എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഓണാക്കിയാലേ ഉണ്ടായിരുന്നുള്ളൂ. ടോൾ പ്ലാസയൊക്കെ കഴിയുമ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തിയിടും. നല്ല രസമുണ്ടാകും ടോൾ പ്ലാസയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പോയി. ഈ ടോൾ പ്ലാസയ്ക്ക് പുറത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സൈക്കിളിലൊക്കെ ആളുകൾ ചായ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമുക്കവിടെ. പിന്നെ റെസ്റ്റ് റൂംസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ ഉണ്ട്. ഈ 13,000 കിലോമീറ്റർ ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും സർവീസ് ടൈം ആയിട്ടുണ്ടാവില്ല, 15-ലാണ് ചെയ്യേണ്ടത്. പക്ഷേ 13 ഞാൻ കൊടുത്തു. ഇതൊരു എന്തെങ്കിലും മഴയ്ക്ക് മുന്നേ ഒരു യാത്ര പോകണം എന്നുള്ളൊരു പ്ലാന് മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാണ് കൊടുത്തത്. ഈ യാത്ര വിചാരിച്ചിട്ടല്ല. പക്ഷേ സർവീസിന് കൊടുത്തപ്പോൾ ബാക്കത്തെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. ഫ്രണ്ട് ഞാൻ ഓൾറെഡി 10,000 മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കത്തെ ബ്രേക്ക് പാഡ് തീരാനായി എന്ന് പറഞ്ഞു. അത് മാറ്റി, ക്ലച്ച് കേബിൾ മാറ്റി, ബാക്കി ജനറൽ ചെക്കപ്പ്, ചെയിൻ ലൂബ്, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും 2,200 രൂപ സർവീസ് കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു പൾസറൊക്കെ ആണെങ്കിൽ 1,000-1,500 നിൽക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പൈസ അധികമാണ്. പക്ഷേ അങ്ങനെ വലിയ യാത്രാസുഖമൊന്നും പറയാനൊന്നുമില്ല ഈ ഹണ്ടറിന്. കാരണം മെറ്റിയോറോ ക്ലാസിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സുഖമുണ്ട്. അതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡാണ്. എന്തെങ്കിലും ഒരു സോഫ്റ്റ് സീറ്റ് കയറ്റേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വേറൊരു കാര്യം. പിന്നെ പരമാവധി നമ്മൾ NSലൊക്കെ പോകുമ്പോൾ നമ്മുടെ ട്രാക്ക് ഉണ്ട്, ലാസ്റ്റ് ട്രാക്ക്. അത് ഹൈ സ്പീഡ് ട്രാക്കിലൊന്നും പോകാതിരിക്കുക. ലാസ്റ്റ് ട്രാക്കിൽ ഒരു 50-60 റേഞ്ചിൽ അങ്ങനെ ആസ്വദിച്ച് ആ ഒരു ഫീലിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടില്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ആവശ്യമില്ലാതെ ആരും ഈ ഓവർടേക്കിംഗ് ടെൻഡൻസി ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ തന്നെ യാത്ര പകുതി സേഫായിരിക്കും. കാരണം ഈ NHലെ യാത്ര എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ചില വണ്ടികളൊക്കെ വരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ കാണാൻ കിട്ടില്ല, അതുപോലെയാണ് പോകുന്നത്. അപ്പം
അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ചെറിയതാണെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന പോലെ തന്നെ മടുത്തുനിന്ന് പോകുന്നതിൽ ഉടനെ ബ്രേക്ക് എടുക്കുക, പ്രത്യേകിച്ച് രാത്രിയിൽ റിസ്ക് എടുക്കാതിരിക്കുക. ഞാൻ ഈ യാത്രയ്ക്കൊക്കെ മുന്നേ തന്നെ മറ്റൊരു പ്ലാനായിരുന്നു. അത് 2 ആഴ്ച മുന്നേ വേറൊരു പ്ലാൻ മനസ്സിൽ വെച്ചതായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അതെൻ്റെ ഒരു സുഹൃത്ത് അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ ഒരു പ്രാവശ്യം ക്ഷണിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഇനി ഏതായാലും ബൈക്കിലൊക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒരു കൺസെപ്റ്റ്, ഒരു റൈഡ് എടുക്കുക, ഒരു റൂട്ട്. അതൊരു ഏഴരപ്പള്ളി പുള്ളി പറഞ്ഞു. അതായത് ക്രിസ്ത്യൻസിൻ്റെ ബിലീവ് പ്രകാരം നമ്മുടെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഏഴരപ്പള്ളി. വരുന്ന വഴിക്ക് ഭയങ്കര മഴ കിട്ടിയായിരുന്നേ. എവിടുന്നാന്ന് വെച്ചാൽ വടകരയൊക്കെ എത്തും ഭയങ്കര മഴയായിരുന്നു. കുറച്ച് നേരം അവിടെ ബ്രേക്ക് എടുത്തു, അരമണിക്കൂർ നിർത്തിയിട്ടു. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത പോലെ മഴയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ഒരു കൺസെപ്റ്റ് റൈഡ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 7 സ്ഥലങ്ങളാണ്. അത് കൊടുങ്ങല്ലൂരുണ്ട്, പിന്നെ പാലയൂരുണ്ട്, അത് തൃശ്ശൂരാണ്, പിന്നെ നോർത്ത് പറവൂരിൽ കോട്ടക്കടവുണ്ട്, കൊക്കമംഗലുണ്ട്, നിരണമുണ്ട്, പിന്നെ നിലയ്ക്കലുണ്ട്, കൊല്ലമുണ്ട്, പിന്നെ ഒരു എണ്ണമുള്ള തിരുവാങ്കോട്, അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ 7 എണ്ണം പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെന്താ വെച്ചാൽ, 2 ആഴ്ച മുന്നെയാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് പോയതാണ്. ഞങ്ങൾ കാറിന് പോയതാണ്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാഞ്ഞിരപ്പള്ളി, പൈക, പാല ഒക്കെ പോയിട്ട് അവിടുന്ന് മുണ്ടക്കയം വന്നു. മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്ക് പോയി, വളഞ്ഞങ്ങാനം ഫോൾസ് ഒക്കെ കണ്ടു. ആ കുട്ടിക്കാനം എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി കട്ടപ്പന റൂട്ട് എന്ന് പറയുന്നൊരു പ്രത്യേക അനുഭവമാണ്. അത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തുറന്നുവിട്ട വെള്ളം ഉണ്ടല്ലോ, അത് വരുന്ന ആ പുഴയുടെ സൈഡിൽ കൂടെ പോകുന്നത്. ഈ ചപ്പാത്തെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ചപ്പാത്തൊക്കെ നേരിട്ട് കണ്ടു. ഒരുപാട് ഭയങ്കര നല്ല സ്ഥലങ്ങൾ, അനുഭവമായിരുന്നത്. അത് ഭയങ്കര നല്ല റൂട്ടെന്ന് പറഞ്ഞാൽ അത്രയേറെ എൻജോയ് ചെയ്തു. ഇത്രയും ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു ആ യാത്ര. സമയം ഉണ്ടായിരുന്നില്ല, നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ തിരിച്ചു വരികയാണ് ഇത്. പിന്നെ ഈ വൈകുന്നേരം ആയിരുന്നു. പിന്നെ കട്ടപ്പന വന്ന് അവിടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരികയാണ് ചെയ്തത്. നമുക്ക് ഇടുക്കി ആസ്വദിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ആ ഓടിച്ചത്രത്തോളം ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫീൽ തന്നെയാണ്. ഇപ്പോൾ കാറിൽ പോകുമ്പോൾ തന്നെ നല്ല രസം. അപ്പോൾ ഈ ബൈക്കിന് പോകുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയ്ക്കും ഫീലാണ്. അതെന്തായാലും ഒരു ഷോർട്ട് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ബൈക്കിന് തന്നെ പോകാൻ വേണ്ടി പക്ഷേ 3 ദിവസം വേണം. അപ്പം പിന്നെ ഫസ്റ്റ് ഡേ പ്ലാൻ എന്ന് വെച്ചാൽ കുട്ടിക്കാനത്ത് വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ബൈക്ക് എടുത്തിട്ട്, മീൻസ് ഇവിടുന്നേ ബൈക്കിന് പോകണം. എന്നിട്ട് പിന്നെ ഇടുക്കി കട്ടപ്പന നെടുങ്കണ്ടം ഒക്കെ ഒന്ന് കണ്ട്, ഗ്യാപ്പ് റോഡൊക്കെ വന്ന് ഇടുക്കി ഡാമൊക്കെ കണ്ട് അടിമാലി വന്ന് മൂന്നാർ കയറി. മൂന്നാറിൽ എന്നിട്ട് ആ KSRTC ബസ്സിൽ സ്റ്റേ ചെയ്യണം. ആ ചെറിയൊരു പാക്കേജ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. എന്നിട്ട് അവിടെ തിരിച്ചു വരാം. പറ്റുമെങ്കിൽ മാമലക്കണ്ടം, ബന്തപ്രയൊക്കെ ഒന്ന് കണ്ടിട്ട്. പക്ഷേ ഇതൊക്കെ തീർക്കണ ഒരു 3 ദിവസം വേണം. 1-2 ദിവസത്തിലൊന്നും തീരൂല. അത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഷോർട്ട് ലിസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബറിലേക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് നോക്കിയാലൊന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം.